ഞാൻ അപ്പൂസും കൂടെ ഒന്ന് സ്പോർട്സ് അക്കാദമിക്ക് ഇറങ്ങിയത്. ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളം കേട്ടത് ഈ പെണ്ണ് ഞങ്ങളുടെ കൂടെ ഓടിക്കൂടി. കൂടെ കൂട്ടല്ലാണ്ട് വേറൊരു രക്ഷയില്ല. കരഞ്ഞ് കൂറുമ്പാക്കി ഞങ്ങളുടെ കൂടെ വന്ന് സ്കൂളിൽ നോക്കുമ്പോൾ സ്കൂൾ അവധി. നേരെ ഞങ്ങൾ ബൈപ്പാസിൽ വന്നത്. ഇങ്ങോട്ട് വന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് ഓടുന്ന ഈ ഒരു സാധനത്തിനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യുദ്ധം തന്നെ നടന്നു എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകൾ കാണുമ്പോഴും അവൾക്ക് ഭയങ്കര സംശയങ്ങൾ, ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇനി എല്ലാ ദിവസം വരെയും കൊണ്ട് പുറത്തിറങ്ങണം എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അത് വെറും സ്വപ്നം മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകൾ കാണുമ്പോഴും അവൾക്ക് ഓരോരോ സംശയങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പകുതി എത്തിയിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എവിടെയോ നിൽക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പം അവിടെ ആരോ ഒരു മരം വെട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു ടോപ്പ് വെച്ചിട്ടുണ്ട്. അതെന്താന്നുള്ള സംശയത്തിൽ നിൽക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തപ്പം പിന്നെയും കാണുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോൾ ഇവൾക്ക് സംശയം. നേരെ പോയിരിക്കുന്ന സ്ഥലം ഏതാ നോക്ക്, വെരി ഡേഞ്ചർ പ്ലേസ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവർ ഈ വീടിൻ്റെ ഉള്ളിൽ ഇരുത്തുമ്പോൾ ഇവർക്ക് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടാത്ത എന്താന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയുന്നില്ല കേട്ടോ. നേരെ ചെന്നിരിക്കുന്ന ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലത്താണ് അവർ ചെന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനും അപ്പൂസം ഓരോ ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്നത് കണ്ടപ്പം ഇവൾക്ക് സത്യം പറഞ്ഞാൽ നല്ല കുശുമ്പേറി. പിന്നെ ഇവൾ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ സാഹസം കാണിക്കുന്നു. മഴ പെയ്തപ്പോൾ നമ്മൾ നേരെ ഷെഡിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ എപ്പോഴോ എൻ്റെ ഒരു തപ്പൂസ് ചോദിച്ചു, അമ്മ മഴയത്ത് ഇറങ്ങട്ടെ. ഞാൻ ഓക്കെ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നേരെ തല കൊണ്ടുപോയിട്ട് മഴൻ്റെ തോട്ടിൽ. അത് കഴിഞ്ഞ് അവിടെ കണ്ട വെള്ളക്കെട്ടും ചളിയൊക്കെ ഒരു വിധം അവരെ എക്സ്പ്ലോർ ചെയ്തെന്ന് പറയാം. പോരുന്ന വഴിയിൽ നമ്മളൊരു അരുവി കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. പിന്നെ നടന്നത് ചരിത്രം. അതെന്താന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.